ഇന്നത്തെ റെസിപ്പി ഗോതമ്പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കുറച്ച് കാലം സൂക്ഷിച്ച് വെക്കാനും കൂടെ പറ്റിയ നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെയാണ്. വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ കുറച്ചുകൊണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1 കപ്പ് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് ഒരു നുള്ള് ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂൺ എള്ളും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. എള്ളിന് പകരമായിട്ട് കരിഞ്ജീരകം ഉണ്ടെങ്കിൽ കരിഞ്ജീരകം ചേർത്ത് കൊടുത്താലും മതിയാവും. കരിഞ്ജീരകം ഔട്ടോ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ മുട്ടൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് മുട്ട ഒഴിവാക്കാം കേട്ടോ. സാധാരണ പച്ചവെള്ളം വെച്ചിട്ട് കുഴച്ചെടുത്താലും മതിയാവും. അപ്പോൾ മുട്ട കൂടി ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി വെള്ളത്തിൻ്റെ അംശം കുറവുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കയ്യിൽ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്താലും മതിയാവും. അപ്പോൾ പൊടിച്ച പഞ്ചസാരയൊക്കെ ചേർത്തത് കാരണം പിന്നെ കുറച്ചൊരു ലൂസായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി കുറച്ച് ഓയിൽ സ്പ്രെഡാക്കിയിട്ട് ഇത് 2 പീസാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. 2 ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബോളും പത്തിരി പ്രസ്സിലിട്ടിട്ട് ഇതുപോലെ കുറച്ചൊരു കട്ടിയായിട്ട് പരത്തിയെടുക്കാം. ഇനി പലകയിൽ കുറച്ച് പൊടി വിതറിയിട്ട് അങ്ങനെ പലകയിൽ വെച്ചിട്ട് പരത്തിയെടുത്താലും മതിയാവും. ചെറിയൊരു കട്ടിക്കാണ് കേട്ടോ ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. എന്നിട്ട് പലകയിൽ കുറച്ച് പൊടി വിതറിയിട്ട് അതിലേക്ക് വെച്ചിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഡയമണ്ട് ഷേപ്പിലായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ചെറിയൊരു കട്ടിക്കാണ് ഇത് പരത്തിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കനം കുറഞ്ഞിട്ട് പരത്തിയെടുത്താലും മതിയാവും. അപ്പോൾ കനം കുറഞ്ഞിട്ടാകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക. ഇതുപോലെ ചെറിയൊരു കട്ടിക്കാകുമ്പോൾ ഉൾഭാഗം ചെറുതായിട്ടൊരു സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. പിന്നെ ഈ മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ റവ ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കയ്യിൽ റവ ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്തിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇളക്കി കൊടുത്തിട്ട് എല്ലാ ഭാഗവും കളറൊക്കെ മാറി ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് വന്നാൽ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ പുറം ഭാഗം നല്ല മൊരിഞ്ഞിട്ട് ഉൾഭാഗം ചെറുതായിട്ടൊരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള 4 മണി പലഹാരമാണ്. വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ കുറിക്കാനൊക്കെ പറ്റിയ അടിപൊളി പലഹാരമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇനി അത്യാവശ്യം ഫുള്ളായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കനം കുറഞ്ഞിട്ട് പരത്തിയിട്ട് പിന്നെ കട്ട് ചെയ്തിട്ട് പൊരിച്ചെടുക്കുകയും ചെയ്യാം. അങ്ങനെയാകുമ്പോൾ ഫുള്ളായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. എങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.